ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനിക്ക് മഞ്ചേശ്വരം മണ്ഡലം അവലോകന യോഗത്തിൽ രൂക്ഷ വിമർശനം. എസ്.ഐ.ആറിൽ ജാഗ്രത കാണിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തൽ. മണ്ഡലത്തിൽ ബി.ജെ.പി. ആകെ ചേർത്തത് 4000-ഓളം വോട്ടുകളെന്നും അവലോകന യോഗം. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, എസ്.ഐ.ആറിൽ ജാഗ്രത കാണിച്ചില്ല എന്നുള്ള പേരിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ബി.ജെ.പി. ജില്ലാ അധ്യക്ഷ എം.എൽ. അശ്വിനിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആക്ഷേപം വന്നിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗികമായി ഇത്തരത്തിൽ ഏതാ ഈ വാർത്തയുടെ ഉറവിടം സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം എം.എൽ. അശ്വിനി തന്നെ ഇത് നിഷേധിക്കുകയുണ്ടായി. കാരണം ഇത്തരത്തിൽ ഒരു വാർത്ത, ഇത്തരത്തിലൊരു യോഗം പോലും മഞ്ചേശ്വരത്ത് നടന്നിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, 5 മണ്ഡല യോഗങ്ങളുടെ യോഗം വിളിച്ചെങ്കിലും മഞ്ചേശ്വരത്തിന്റെ യോഗം കെ സുരേന്ദ്രൻ സ്ഥലത്തില്ലാത്തതിനാൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും മറ്റു 4 മണ്ഡലങ്ങളുടെ അവലോകന യോഗം മാത്രമാണ് നടന്നത്. പിന്നെ എന്തുകൊണ്ട് മഞ്ചേശ്വരം നടക്കാത്ത ഒരു യോഗത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വാർത്ത വന്നു എന്നത് സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നൊക്കെയാണ് അശ്വിന് വിശദീകരിക്കുന്നത്. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം, 4000-ഓളം വോട്ട് ഈ കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് ചേർത്തു എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് കൂടുതൽ UDFന് ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു, സാധ്യതയുണ്ടായ സ്ഥലമായിരുന്നു മഞ്ചേശ്വരം. അതവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി. അതവർ പോളിംഗിൽ വളരെ ഗുണകരമായി ഉപയോഗിച്ചു എന്ന ആക്ഷേപം ഇത്തരത്തിൽ യോഗത്തിൽ ഉയർന്നു വന്നു, പ്രവർത്തകരുടെ ഭാഗത്ത് ഉയർന്നു വന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. അതായത് കേന്ദ്രം ഇത്തരത്തിൽ SIR ഉൾപ്പെടെ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ മേൽക്കൈ മണ്ഡലങ്ങളിൽ നേടാമെന്ന ഉദ്ദേശം വച്ചുകൊണ്ട് തന്നെ കൊണ്ടുവന്ന SIR വളരെ പൊടുന്നിനെ നടപ്പാക്കിയ SIR-ൽ വേണ്ട രീതിയിൽ പ്രായോഗികമായി ഇടപെടാൻ BJPക്ക് സാധിച്ചില്ല എന്ന ആക്ഷേപമാണ് മറ്റ് പ്രവർത്തകർ ഉയർത്തിയത്. അതുപോലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റിന് അത് ഏകോപിക്കുന്നതിൽ പോരായ്മയുണ്ടായി, അത് ഏകോപിക്കുന്നതിൽ വേണ്ട ജാഗ്രത പുലർത്തിയില്ല എന്നൊക്കെ ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ എം.എൽ. അശ്വിനി പറയുന്നത് ഇത്തരത്തിൽ യോഗം നടന്നിട്ടില്ല, അത് അവാസ്തവമായ ഒരു വാർത്തയാണ് എന്നെ സംബന്ധിച്ചാണ് വിശദീകരണമാണ് നൽകുന്നത്. എന്തായാലും BJPയിൽ സ്വാഭാവികമായിട്ടും പോളിംഗിന് ശേഷം വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾ ഉണ്ടാവുമെന്നതിന്റെ സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും വിവാദങ്ങളും സൂചിപ്പിക്കുന്നത്. ശരി രതീഷ്.